ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടി കൊഴിച്ചൽ പൂർണ്ണമായും മാറി നല്ല ഉള്ളോടുകൂടി നല്ല കട്ടിയിൽ മുടി വളരാനും അതേപോലെ തന്നെ അലർജിയൊക്കെ ഉള്ളവർക്കും വളരെ ഫലപ്രദമായ ഒരു ഓയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഗുണമുള്ള ഒരു ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് 1/4 കപ്പ് കറിവേപ്പിലയും അതേപോലെ തന്നെ 1/4 കപ്പ് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ബ്ലാക്ക് സീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ 1/4 കപ്പ് കരിഞ്ജീരകം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൊടി പോലെ എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാനിത് നന്നായി പൊടി പോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു കപ്പിലിട്ടിട്ട് മാറ്റി വെക്കാം. ഇനി ഇതേപോലെ തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില നല്ലോണം തുടച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് അതും ഈ മിക്സിയുടെ ജാറിലിട്ടെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. വെള്ളം ഉണ്ടാകുമ്പോൾ അത് പേസ്റ്റ് പോലെ ആയിപ്പോൾ നമുക്ക് പൊടി പോലെയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ കറിവേപ്പില ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ എണ്ണ നമ്മൾ തയ്യാറാക്കുന്നത് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള നല്ല ബ്രാൻഡ് നോക്കിയിട്ടുള്ള കോക്കനട്ട് ഓയിൽ വാങ്ങിയിട്ട് 1.5 കപ്പോളം നല്ല ചൂടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ അടി കട്ടിയുള്ള നല്ലൊരു ഇരുമ്പ് പാത്രമാണ് എടുത്തത്. ഇങ്ങനെയുള്ളതിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതിലിടുന്നതിൻ്റെ മുന്നേ എണ്ണ നന്നായിട്ട് തന്നെ തിളച്ച് ചൂടാവണം. നല്ല ചൂടുള്ള ഓയിലിലേക്കാണ് നമ്മൾ ഈ കരിഞ്ജീരകത്തിൻ്റെ പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇത് പതഞ്ഞിങ്ങനെ അങ്ങ് പൊന്തും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് പൊങ്ങി മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ ഇളക്കി എടുക്കണം. പിന്നെ ഇത് നന്നായി ചൂടായ ഓയിൽ ആയതുകൊണ്ട് തന്നെ പിന്നീട് നമ്മളത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഒരു കരിഞ്ജീരകത്തിന് നമ്മളൊന്ന് പൊരിച്ചെടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നല്ലൊരു മണം പുറത്തേക്ക് വരുന്ന സമയം വരെ നമ്മളിത് നന്നായി ഇതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഈ എണ്ണ കാച്ചിയെടുക്കണം. ഇതിങ്ങനെ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ട് വേറെ പണിയൊന്നും എടുക്കാൻ വേണ്ടി പോകരുത്. നമ്മൾ എണ്ണ കാച്ചിയെടുക്കുന്ന നേരം എപ്പോഴും അതിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ നന്നായിട്ട് കാച്ചിയെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതിന്ന് പുറത്തേക്ക് ഒരു നല്ലൊരു മണം വരും. ഒരു 5-8 മിനിറ്റ് കൊണ്ട് തന്നെ അത് വരും. ആ ഒരു സമയം വരെ നമ്മളിതിങ്ങനെ കരിഞ്ജീരകം നന്നായി ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പതയൊക്കെ താണു പോയി അതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യാവൂ. രണ്ടും കൂടി ഒരുമിച്ചിട്ടാൽ കറിവേപ്പില പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കറിവേപ്പില കരിഞ്ഞു പോയാലും അതേപോലെ തന്നെ കരിഞ്ജീരകം കരിഞ്ഞു പോയാലും ഇതിൻ്റെ എണ്ണേൻ്റെ സ്മെല്ലിന് ഒരു വൃത്തികെട്ട സ്മെല്ല് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കരിഞ്ജീരകം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കരിഞ്ജീരകം നന്നായിട്ട് തന്നെ എണ്ണയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അതും ഇങ്ങനെ പതഞ്ഞ് പൊന്തും. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ശ്രദ്ധിക്കണം. ഇനി ആ കറിവേപ്പിലയും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. നല്ലൊരു സ്മെല്ല് അപ്പോഴത്തേക്ക് പുറത്ത് വരും. അപ്പോൾ ഈ 2 സാധനം ഇട്ടിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ എണ്ണ കാച്ചുന്നത്. ഇനി അലർജി ഉള്ളവർക്ക് ഈ എണ്ണയിൽ ഒരു 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നമോ അലർജീൻ്റെ പ്രശ്നമുള്ളവർക്ക് ഇത് ഒരു 1/4 ടീസ്പൂണ് മാത്രം കുരുമുളകിൻ്റെ പൊടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതോടുകൂടി തന്നെ നമ്മുടെ എണ്ണ റെഡിയായി കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് പിന്നെ നമ്മളെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടി സഹായിക്കും. മുടിക്ക് നല്ല കറുപ്പ് നൽകും. നമ്മൾ ഈ ഇതിൽ കറിവേപ്പില ഇട്ടത് കൊണ്ട് തന്നെ മുടിക്ക് കറുപ്പ് നൽകാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ കറിവേപ്പില എന്ന് പറയുന്നത്. അതുപോലെ കരിഞ്ജീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒരു ദിവസം നമ്മൾ ഇതേപോലെ തന്നെ വെക്കണം. ഒരു ദിവസത്തിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അതിൽ ഇട്ടതെല്ലാം നന്നായി ആ എണ്ണയിൽ ഇറങ്ങി നല്ല മണമുള്ള ഒരു എണ്ണയാണിത്. അപ്പോൾ നമ്മുടെ കരിഞ്ജീരകവും കറിവേപ്പിലയും ഒന്നും കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നല്ലോണം ശ്രദ്ധിക്കുക. നല്ലൊരു മണമായിരിക്കും ഇതിനുണ്ടാകുക. അപ്പോൾ നമ്മുടെ എണ്ണ നമുക്ക് ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഇത് ശരിക്കും ഇതിൽ തന്നെ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്തിട്ട് അടച്ച് മാറ്റി വെക്കുകയാണ്.
ഈ എണ്ണേൻ്റെ നമ്മൾ ആഡ് ചെയ്ത കരിഞ്ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലെല്ലാം ഇപ്പോൾ എണ്ണേൻ്റെ താഴെ പോയിട്ടുണ്ടാവും, നമ്മളിത് അടച്ച് മാറ്റി വെച്ചത് കൊണ്ട്. ഇനി ഇത് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് കുളിക്കുന്നതിനോ ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് തേച്ച ഉടനെ തന്നെ പോയിട്ട് കുളിക്കാൻ പാടില്ല. ഇതിൻ്റെ എല്ലാ ഗുണവും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കുളിക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ തലയോട്ടിയിലും അതേപോലെ തന്നെ മുടിയിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 10 മിനിറ്റിന് ശേഷം മാത്രം നിങ്ങൾ കുളിക്കുക കേട്ടോ. അങ്ങനെ കുളിച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ അലർജി, ഈ തുമ്മൽ, ജലദോഷമെല്ലാം സ്ഥിരമായിട്ട് വരുന്നവർക്ക് ഇത് വളരെ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇടുക എന്നാണെങ്കിൽ ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്കെല്ലാം വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചൽ മാറാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്ന ഒരു ഓയിലാണിത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.